അപ്പോൾ വെൽക്കം ടു DRC വ്ളോഗ് വൈറ്റി ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത റൈഡുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെയാണ് പോകേണ്ടത്. നാളെ രാവിലെ 5 മണിക്കാണ് പോകേണ്ടത്. മീറ്റപ്പ് സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മാനവയാണ്. നമ്മൾ പോകുന്നത് അമ്പനാടാണ്, നമ്മളെ കൊല്ലത്തുള്ള അമ്പനാട്. അപ്പോൾ നാളെ രാവിലെ എണീക്കുമല്ലോ എന്ന് അറിഞ്ഞുവിടാം. ബൈക്കില്ലാത്തതുകൊണ്ട് പോകാനും താല്പര്യമില്ല, പക്ഷെ എന്നാലും പോവുകയാണ്. ഒരു 4-5 മാസം മുമ്പ് ഞാൻ അമ്പനാട് പോയി, പക്ഷെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്ര കിട്ടിലും ക്ലൈമറ്റും അത്ര ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള പ്ലേസാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ വിഷയ സ്പോട്ടാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും, പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു അന്ന് പോയിട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് എന്നുവെച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് നാളെ പോകുന്നത് വിചാരിച്ചത്. രാവിലെ എണീക്കുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ എണീച്ചാൽ പോകും. നല്ല മഴയാണ് പുറത്ത്. ഈ മഴയത്ത് രാവിലെ എണീക്കുമല്ലോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ കാറിൽ ചെറിയൊരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വാഗനത്തിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. മണി ഇപ്പം 4:30 കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു 3:45 വരെ ഉറങ്ങാതെ പിടിച്ചിരുന്നത്. രാവിലെ എണീറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് 4 മണിയായപ്പോൾ ഒരു ഉറങ്ങി. 4-4:30 ആയപ്പം പയ്യന്മാരെ വിളിച്ച് അങ്ങനെ എണീച്ച് പെട്ടപ്പൊന്ന് റെഡിയായി. ഇതാ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ കാർ എടുത്തുകൊണ്ട് വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും പിക്ക് ചെയ്യാൻ വരും. അപ്പം അവിടുന്ന് ബാക്കി കാണിക്കാം. ഓക്കെ, പണി കിട്ടാൻ സാധ്യതയുണ്ട്. മഴ പൊടിയുന്നുണ്ട് രാവിലെ തന്നെ. എൻ്റെ കയ്യിലാണെങ്കിൽ റെയിൻകോട്ടില്ല. സാധാരണ റൈഡിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ജാക്കറ്റ് കൊച്ചിയിലായി പോയി. ഇപ്പോൾ ചെറിയൊരു ജാക്കറ്റേ ഉള്ളൂ. അത് ഇടയ്ക്ക് വാങ്ങിച്ചാണ്. അമ്മ വാങ്ങിച്ചത് നനയോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പുറത്തിട്ടിട്ടില്ല ഇതുവരെ. നോക്കാം. പാടെല്ലാം പണി കിട്ടിയിരിക്കുകയാണ്. നല്ല മഴ വേണമുണ്ട്. എന്തായാലും നേരെ അമ്മ മീറ്റിംഗ് സ്പോട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാം. നോക്കാം അമ്മ കണ്ടീഷൻ എങ്ങനെയാണ്. നമ്മളങ്ങനെ ഇപ്പോൾ കുളത്തപ്പുഴെത്തി. ഒരു ചായ അടിക്കാൻ നിർത്തി. എല്ലാം കൊണ്ട് 10-30 ബൈക്കുണ്ട്. ഒരു 5:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ നല്ല മഴയുണ്ട് അവിടെ. ഇപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ. വരണ വഴിക്ക് കോടയൊക്കെ കണ്ടായിരുന്നു. ഇതാ അവിടെ ബൈക്കെല്ലാം അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളത് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങും. ഗൈസ്, നമ്മളങ്ങനെ അമ്പനാട് കയറിയിരിക്കണം ഗൈസ്. ചെക്ക് പോസ്റ്റ് കയറിയില്ല. നമ്മളങ്ങനെ അമ്പനാട് എത്തിയിരിക്കുന്നു. 4 മാസം മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇവിടെ കടയൊന്നും ഇല്ലായിരുന്നു. ഈ കടയില്ലായിരുന്നു. ഇതിപ്പോൾ കട വന്ന് നല്ലതായി. കിട്ടില്ല ക്ലൈമറ്റാണ്. മഴക്കാലം ആയതുകൊണ്ടാണ് നല്ല ക്ലൈമറ്റ്. AVG വ്ളോഗിന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വണ്ടിയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഞാൻ വന്നി ലോങ്ങിനോട്ടെ. 11 12 13 14 15 16 17. അവിടെ കുറച്ചും കൂടെ ഉണ്ട് അങ്ങോട്ട് താഴോട്ട്. ഇവിടെ എന്തായാലും മടുപ്പില്ല, കാരണം നല്ല മഴയുണ്ടായിരുന്നു. ചെറിയ ചാറ്റിൽ മഴ ഉണ്ടായിരുന്നു. അത് മടുപ്പില്ലാതെ നമ്മളിങ്ങ് എത്തി. പക്ഷേ ഡ്രൈവിങ്ങും മഴയും കൂടെ ആയതുകൊണ്ട് വ്ളോഗിൻ്റെ സെറ്റപ്പ് ഒന്നും നടന്നില്ല. എന്നാലും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം. കാണുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര കുറച്ചും കൂടെ ബ്രൈറ്റ് വന്നില്ല. പക്ഷെ നേരിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും ഒന്നും കണ്ടുകൂടാ. നല്ല കോടയാണ്. നിങ്ങൾ മാക്സിമം ഈ സീസണിൽ തന്നെ. പിന്നെ വേറൊരു കാര്യം, ട്രിവാൻഡ്രത്തിൽ നിന്ന് വരണവരൊക്കെ ആണെങ്കിൽ മാക്സിമം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് തന്നെ വരാൻ നോക്കണം.
ഞാൻ വന്ന വണ്ടിയിൽ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ 2 കട്ടയെ കാണിച്ചോളൂ. അത് ഡോമിനാറാണ്. അപ്പോൾ നമ്മൾ പിന്നെ മുകളിൽ നിന്ന് ഇവിടെ മുകളിൽ പെട്രോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് 1 ലിറ്റർ പെട്രോളും കൂടെ വാങ്ങിച്ച് ഒഴിച്ചു. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് കറങ്ങാനുണ്ട്. അതുകൊണ്ട് പിന്നെ വഴിയിലായാലും പെട്രോൾ ഇതിന് നമുക്ക് ഒരു നിവൃത്തിയില്ല. ഹെയർ പിന്നിൽ വെച്ചെങ്ങാനും പെട്രോൾ തരുന്ന ഒരു നിവൃത്തിയില്ല വാങ്ങാനായിട്ട്. പെട്ട് എന്ന് വിചാരിച്ചാൽ മതി. അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പാറയാണ്. ഗൈസ്, ഞാൻ ഇപ്പം അമ്പനാടെത്തി. ഇനി അമ്പനാടിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. ഓക്കെ, വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്നുമില്ല. എന്തോ പ്ലാന്റേഷൻ്റെ പരിപാടിയായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് കുരുമുളകാണ് കേട്ടോ. കുരുമുളകും ഇത് മൊത്തം കറണ്ടാണ്, സോളാറിൻ്റെ. രാത്രി ആകുമ്പോൾ ഓണാക്കോ, ഇപ്പോൾ ഓണല്ല. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലായിരുന്നു. വെളുപ്പം രാവിലെ ഉറക്കത്തിൽ എണീച്ച് പല്ലും തേച്ച് മേലെ എഴുതി ഇറങ്ങിയതാണ്. ഒന്നും കഴിച്ചില്ല. ഇവിടെ വന്നിട്ട് ഒരു മാഗി, ഒരു ചായ. നല്ല മാഗി ഈ ക്ലൈമറ്റിൽ കഴിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല ചൂട് മാഗി, ഒരു ബ്രെഡ് ഓംലെറ്റും കഴിച്ച്. ഇവിടുത്തെ കോട അത്യാവശ്യം പോയിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ കുറച്ച് എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തണുപ്പുണ്ട്, മഴക്കോളം ഉണ്ട്, വെയിലില്ല, നല്ല ഇരുണ്ടാണ് കിടക്കുന്നത്, ചില്ലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ തന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ സോളോ ആയിട്ട് ഞാൻ വരും അമ്പനാട്. എൻ്റെ ഇവിടെ നിന്നൊരു 60 കിലോമീറ്റർ അടുപ്പിച്ചകത്തേ ഉള്ളൂ. ഇത്ര നാളായിട്ട് ഞാൻ സോളോ ഇവിടെ അടിച്ചിട്ടില്ല. എന്തായാലും ഞാൻ എൻ്റെ എക്സ്പൾസിൽ എന്തായാലും ഞാൻ ഇവിടെ വരും. ഇവിടെ തന്നെ കുറച്ച് വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാ വണ്ടി എത്തിയിട്ടുണ്ടേ. ഈ മരം നിൽക്കുന്ന പാറ്റേൺ കാണാൻ നമുക്ക് ആരോ ഇങ്ങനെ കൊത്തി വെച്ച് കണക്കിരിപ്പുണ്ട്. ഉണ്ടല്ലേ, ഓരോ റോ കണക്കിരിപ്പുണ്ട്, ഓരോ റോസ് കണ്ടോ. നല്ല രസമാണ് നേരിട്ട് കാണാൻ. താഴ്ന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞേ ഇവിടെ 3 ആനയുണ്ട്, നോക്കി വരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ആദ്യത്തെ ആനയൊന്നും കണ്ടില്ല. ഇവിടെ ഇത്രേ ഉള്ളൂ. ആൾക്കാർക്ക് ഇവിടെ വണ്ടിയൊക്കെ കയറ്റിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അങ്ങനെ ആ സൈഡിൽ കൂടെ പോയി ഇതവിടെ ആ വഴിയുണ്ടോ, ഈ വഴി കൂടെ ഇങ്ങനെ താഴെ ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോഴല്ലേ, ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ വ്യൂ അടിപൊളിയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. അത് കൊണ്ടുവച്ചതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചുതരാം. അവിടുത്തെ യൂണിൻ്റെ ഞാൻ ഇതിലിട്ടേക്കാം. ബ്രോ
നിങ്ങൾക്ക് ഓഫ് റോഡ് ഇഷ്ടമാണെങ്കിൽ, ഓഫ് റോഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഓഫ് റോഡ് ചെയ്യാൻ പേടിയാണെങ്കിലോ, അത് ഫസ്റ്റ് ടൈം ഓഫ് റോഡ് ട്രൈ ആണെങ്കിലോ നിങ്ങൾക്ക് അമ്പനാട് ഹിൽസ് പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ അമ്പനാട് ഹിൽസിൽ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതിന് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളുണ്ട്, ഹില്ലീസുണ്ട്, പിന്നെ ഇതുണ്ട്, പച്ചപ്പുണ്ട്, പിന്നെ നമുക്കൊക്കെ പിന്നെ കോടയുണ്ട്. നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ കോട വരുമ്പോഴത്തേക്ക് വിഷയമാണ് ഇവിടെ. കാരണം താഴോട്ടിറങ്ങി പോകണുണ്ട് എന്ത് പാട. അപ്പോൾ നമ്മൾ അമ്പനാടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്ന വഴിയല്ല, വേറെ വഴി കൂടെയാണ് തിരിച്ച് എക്സിറ്റ് അടിക്കണത്. അപ്പം പോണതിന് മുമ്പായിട്ടൊരു ഫോട്ടോ കൂടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നല്ല കോടയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ക്ലൈമറ്റ്, നല്ല വ്യൂ. ട്രിവാൻഡ്രത്തിൽ എന്ന് പറഞ്ഞവർക്ക് ഒരു 50-60 കിലോമീറ്ററിൻ്റെ അകത്തുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ സ്ഥലം രാവിലെ ഇറങ്ങി ഉച്ചയ്ക്കൊന്ന് കറങ്ങി തിരിച്ച് വൈകിട്ട് വീട്ടിൽ എത്താൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അങ്ങനത്തെ ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. മലയടിവാരം, തേയിലത്തോട്ടം, കാറ്റാടി മരങ്ങൾ, മല, കോട, മഞ്ഞ്, മഴ, തണുപ്പ്, പിന്നെ ഓടിട്ട കെട്ടിടങ്ങൾ, ഓടിട്ട വീട്, ഓടിട്ട ചായക്കട, പണ്ടത്തെ തൂക്കിയിടുന്ന മറ്റേ പോസ്റ്റ് ഓഫീസിൻ്റെ ലെറ്റർ കൊടുക്കുന്ന ബോക്സ്, കുറച്ചും കൂടെ പഴയ ഇതുള്ള ആൾക്കാർ, അതൊക്കെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. കൂടുതലും തമിഴ് ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്. കണ്ടോ കണ്ടോ, തമിഴ് ബോർഡുണ്ട്. ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് ചിലപ്പം വേറെ എവിടെയെങ്കിലും സ്പോട്ടിലും കൂടെ പോകുമ്പോൾ അവിടത്തേയും കാണിച്ചു തരാം. ഓക്കെ. ഗൈസ്, നമ്മളങ്ങനെ അമ്പനാടിൽ നിന്ന് ഇറങ്ങി റോസ്മല പോകാമെന്ന് വിചാരിച്ച് പറ്റിയില്ല. അവിടെ 5 മണി വരെ ഉള്ളൂ. മെയിൻ റോഡിൽ നിന്ന് 15 കിലോമീറ്റർ ഉള്ളിൽ പോകണം. നമ്മളവിടെ എത്തിയപ്പോൾ 4:30 അത് കഴിഞ്ഞ് പിന്നെ പെട്രോളില്ല, 2 വണ്ടിയിൽ പെട്രോളില്ലായിരുന്നു. അതടിക്കാൻ പിന്നെ അവിടെ നിന്ന് 5 കിലോമീറ്റർ പോകണം, അല്ലെങ്കിൽ ബാക്കിലോട്ട് വന്ന് 15 കിലോമീറ്റർ ബാക്കിൽ വരണം. അതുകൊണ്ട് നമ്മളവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് അപ്പം നേരെ തെന്മല ഡാമിലോട്ട് വന്നിരിക്കുകയാണ്. തെന്മല ഡാമിലുള്ള വിഷ്വൽസാണ്. തെന്മല ഡാമിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. വെള്ളം പറ്റി കിടക്കുകയാണ്. സീനോ അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ തിരിക്കാൻ പോവുകയാണ്. കയറി വയ്യ. ഇപ്പോൾ കുറേ പേര് താഴെ നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് മുകളിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം. കയറി തളർന്നത് തിരിച്ചിറങ്ങി പോവുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത്, സബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ. ഓക്കെ.